പിന്നെയുള്ളത് ഗ്രൂപ്പ് ഫോട്ടോ കൊണ്ടുള്ള കളിയാണ്. ഈ അടുത്ത ഇടയ്ക്ക് നല്ല കഴിഞ്ഞ ആഴ്ചയില് തുർക്കിയില് ഒരു പ്ലൈവുഡ് പ്ലാറ്റ്ഫോമിൽ ഒരു പ്രോഗ്രാം നടന്നു. പ്ലൈവുഡ് പ്ലാറ്റ്ഫോം എന്ന് ഞാൻ പറയുന്നത് കളിയാക്കിയല്ല, റോമൻ പോപ്പ് അടക്കം ഉള്ളവർ പങ്കെടുത്ത ഒരു വലിയ ചടങ്ങാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ഇവിടെ ഇപ്പൊ ഏഷ്യാനെറ്റിന്റെ ഒക്കെ പ്രോഗ്രാമൊക്കെ കണ്ടിട്ടുണ്ട്. ഈ സിനിമാ താരങ്ങളൊക്കെ വരുന്ന എന്തോ ഒരു ഗംഭീരമായ സ്റ്റേജും കാര്യങ്ങളുമാണ്. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രത്തലവനും ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനും അത്രമാത്രം ഔന്നത്യത്തിയിരിക്കുന്ന പോപ്പ് അടക്കം ഒരുപാട് ആളുകൾ ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് വന്ന് നടക്കുന്നൊരു പരിപാടിയാണ്. ആ പരിപാടിയുടെ സ്റ്റേജ് നിങ്ങൾ കണ്ടായിരുന്നോ? നാട്ടിലൊക്കെ ഗരുഡംപറവൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്ലൈവുഡ് തട്ടും, പ്ലൈവുഡ് ഉണ്ട്, ഒരു ടെമ്പററി സ്റ്റേജ്. കാരണം എന്താ, എർദോഗാൻ എന്ന് പറയുന്ന തുർക്കി ഭരണാധികാരിയുടെ കീഴിൽ അവിടെ അത്ര ഒരു അനുവാദം അവർക്ക് കിട്ടിയിട്ടുള്ളൂ. അല്ല, അവർക്ക് മികച്ച സ്റ്റേജ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഇപ്പം ഒരു മിനിമൽ പെർമിഷന്റെ അടിസ്ഥാനത്തിൽ അവർ നിക്കിയ സുന്നോദോസിന്റെ 1700-ാം വാർഷികത്തിന് ഒരുമിച്ച് ഈ വിശ്വാസ പ്രമാണം ചൊല്ലാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് കൂടുകയാണ്. ആ കടൽ തീരത്ത് ഇങ്ങനെ ഈ പ്ലൈവുഡ് പൊക്കി വെച്ച് അതേ കയറി നിന്ന് ഒന്ന് ചൊല്ലി വെച്ച് അവർ പിരിഞ്ഞുപോയി. ഇതിനകത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു? ഇതിനകത്ത് WRCC, WCC എന്നിങ്ങനെയൊക്കെ എല്ലാ ക്രിസ്ത്യൻ ഫോറങ്ങളിലും ഉള്ളവരെ പങ്കെടുപ്പിച്ചു. അതൊരിക്കലും ഒരു കാത്തലിക് ഓർത്തഡോക്സ് മീറ്റിംഗ് ആയിരുന്നില്ല. ഇപ്പൊ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നിക്കിയ സുന്നോദോസിന്റെ ഒരു കോമമറേഷൻ സെറിമണി അത് സ്ട്രിക്ട്ലി ഒരു കാത്തോലിക് ഓർത്തഡോക്സ് മീറ്റിംഗ് ആയിരുന്നില്ല, മറിച്ച് അത് വിശാലമായ ഒരു ക്രിസ്ത്യാനിറ്റിയെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തിയ പ്രതീകാത്മകമായ ഒരു ചടങ്ങാണ്. അതൊരു കൂദാശി ആയിരുന്നില്ല. ഒരു കൗദാശിക സഹകരണത്തിന്റെ യാതൊരു സൂചനയും അവിടെ ഇല്ലായിരുന്നു. അത് എന്തായിരുന്നു ചോദിച്ചാൽ അതൊരിക്കലും ഒരു ഓർത്തഡോക്സ് കാത്തലിക് മീറ്റിംഗ് അല്ലായിരുന്നു. അവർ തന്നെ പറയുന്നു, ടു പ്രൊമോട്ട് ക്രിസ്ത്യൻ യൂണിറ്റി ആൻഡ് ഡയലോഗ് അക്രോസ് ഹിസ്റ്റോറിക് ഡിവൈഡ്സ്. അത് സ്കിസം, കാത്തോലിക്, ഓർത്തഡോക്സ്, പ്രൊട്ടസ്റ്റന്റ്, ഓറിയന്റൽ എല്ലാ ഡിവിഷൻസിനും അപ്പുറത്ത് ഉള്ള ഒരു സംയുക്തമായ മീറ്റിംഗ് ആണ് അവര് നടത്തിയത്. അപ്പൊ ആ മീറ്റിങ്ങില് കത്തോലിക്ക സഭയിൽ നിന്നും അതുപോലെ ഓർത്തഡോക്സ് സഭകളിൽ നിന്ന് അതുപോലെ പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളിൽ റെപ്രസെന്റേറ്റീവ്സ് ഓഫ് പ്രൊട്ടസ്റ്റന്റ് ചർച്ചസ് വേർ ദെയർ. നോൺ ഓർത്തഡോക്സ് പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് അതിന്റെ സെക്രട്ടറി ജെറി പില്ലി അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു മൈലെന്ന മറ്റൊരു പേരുള്ള വിനോദ് പീകോക്ക്, വിനോദ് മൈലെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കൃത്യമായി ഓർത്തഡോക്സുകാരുടെ മാത്രമായ ഒരു കൗദാശിക മീറ്റിംഗ് അല്ല അവിടെ നടന്നത്. അപ്പം ലൂതറൻ, റിഫോംഡ് ചർച്ചസ്, മെത്തോഡിസ്റ്റ് ചർച്ചസ്, ഇതിന്റെ എല്ലാം പ്രതിനിധികൾ അവിടെ ഉണ്ടായിരുന്നു. ഈവൻ ലോക്കൽ മെത്തഡിസ്റ്റ് ചർച്ചിന്റെ പാസ്റ്റർ വരെ ആ മീറ്റിംഗിൽ ഉണ്ടായിരുന്നു. ആന്റണി പോഗോ എന്ന് പറയുന്ന ആംഗ്ലിക്കൻ അവിടെ ഉണ്ടായിരുന്നു. ജെറി പില്ലി ഉണ്ടായിരുന്നു. വിനോദ് പീകോക്ക് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇവരെല്ലാവരും ചേർന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും അതൊരു കൗദാശികമായ ഒരു സഹകരണമോ അല്ലെങ്കിൽ അത് ഒന്നിന്റെയും തെളിവല്ല അങ്ങനെയുള്ള ഒരു മീറ്റിംഗ്. അപ്പോ ഇവിടെ അത്തരത്തിലുള്ള ഒരു മീറ്റിംഗിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ ഒരു മെത്രാൻ കടന്നുകൂടി എന്ന് പറഞ്ഞ് പത്രസമ്മേളനം നടത്താൻ മാത്രമുള്ള പാപ്പരത്വം ലോകത്ത് വേറൊരു സഭയ്ക്കും കാണത്തില്ല. ഇപ്പൊ നമുക്കറിയാം, ഒബാമയുടെ കാലത്ത് വൈറ്റ് ഹൗസിൽ നടന്ന ഒരു അത്താഴ വിരുന്നിൽ ഒരു സ്ത്രീയും പുരുഷനും പങ്കെടുത്ത ലിസ്റ്റിലുള്ളവരല്ലായിരുന്നു. നിങ്ങൾ കണ്ടായിരുന്നു അത്? അല്ലെ, നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി. മിസ്റ്റീരിയസ് കപ്പിൾ അറ്റൻഡഡ് ബാങ്കറ്റ് ഇൻ വൈറ്റ് ഹൗസ് എന്നൊക്കെ ചുമ്മാ സെർച്ച് ചെയ്ത് കാണാം. അതായത് ഇത്രയും സെക്യൂരിറ്റി ഉള്ള അമേരിക്കയുടെ ഭരണസിരാ കേന്ദ്രത്തിൽ നടന്ന അത്താഴ വിരുന്ന്, അതും ഈവൻ ആഫ്റ്റർ 9/11 ഇത്രയും ഭീകരാക്രമണം ഒക്കെ നടന്ന അമേരിക്കയിൽ എലിവേറ്റഡ് സെക്യൂരിറ്റി മെഷേഴ്സ് ഉള്ള വൈറ്റ് ഹൗസിനകത്ത് ഒരു സ്ത്രീയും പുരുഷനും വളരെ കൂളായിട്ട് കയറി ആ വിരുന്നിൽ പങ്കെടുത്തു. അപ്പൊ എല്ലാവരും ഇവരെ കാണുന്നവരല്ല, ആർക്കും അറിയത്തില്ല. ഇവരെ ആര് വിളിച്ചു, ഇവരെങ്ങനെ വന്നു, ഇവരെതുവഴി വന്നു, ഒരു പിടുത്തവും ഇല്ല. അപ്പോഴാണ് തുർക്കി പോലെയുള്ള ഒരു സ്ഥലത്ത് കടൽ തീരത്ത് പൊക്കിക്കെട്ടിയ
ഒരു പ്ലൈവുഡ് പ്ലാറ്റ്ഫോമത്തെ ഈ അത്രമാത്രം മതസംഘർഷവും റിലീജിയസ് ഇൻടോളറൻസ് ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് നടക്കുന്ന ഒരു മീറ്റിങ്ങിൽ ഒരാൾ പങ്കെടുത്തു. അതും എല്ലാ ക്രിസ്ത്യൻ ഡിനോമിനേഷനും അവിടെ ഓപ്പൺ ഇൻവിറ്റേഷൻ, ആർക്ക് വേണം ചെല്ലാം. ഈവൻ പ്രൊട്ടസ്റ്റന്റുകാരുണ്ട്, പാസ്റ്റർമാരുണ്ട്, അവരെല്ലാം ചെന്ന് നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഒരാളൊരു ഗ്രൂപ്പ് മീറ്റിങ്ങിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ ദാറ്റ് ഡസൻ പ്രൂഫ് എനിത്തിങ്. ഒന്നിനെയും പ്രൂവ് ചെയ്തില്ല, ഒന്നിന്റെയും തെളിവല്ല. ആ ഫോട്ടോ വെച്ചിട്ട് ഇത് നോക്കൂ, ഇത് കണ്ടില്ലേ എന്ന് പറയുന്ന വിധത്തിൽ അതപ്പതിച്ചു. അപ്പൊ ഇതൊരു കൊള്ളസംഘം മാത്രമാണെന്നും ഇവർക്ക് ലെജിറ്റിമേറ്റ് ആയിട്ട് യാതൊരു വിധ സാധുതയും ഇല്ല എന്നും ഉള്ളതിന് ഒരിക്കൽ കൂടി ഒരു തെളിവാണ്. അപ്പൊ ഇവര് തെളിവായിട്ട് എടുത്തുകൊണ്ട് വന്നത് ഇവർക്ക് വിനയായിട്ട് വരികയാണ്. ഇവര് തെളിവാന്ന് പറഞ്ഞു കൊണ്ടുവരുന്നത് ഇവർക്ക് വിനയായിട്ട് വരികയാണ്. നിങ്ങൾക്കറിയാം, അത് കഴിഞ്ഞ് അവിടെ കത്തോലിക്ക ഓർത്തഡോക്സ് ബിഷപ്പുമാരുടെ മീറ്റിംഗ് നടക്കുന്നുണ്ട്. അവർ സൗഹാർദ്ദം പങ്കിടുകയും കമ്മ്യൂണിയൻ നടത്തുകയും അത് കഴിഞ്ഞ് അവര് സർവമത സമ്മേളനം ലബാനോനിൽ പോയി പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് തുടർന്നുള്ള മീറ്റിങ്ങുകളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെയൊന്നും ഇവരെ കാണുന്നില്ല. അവിടെ നിശ്ചയമായിട്ട് ആ പ്രൊട്ടസ്റ്റന്റുകാരെയും വിളിച്ചില്ല. അതായത് ഈ പ്ലൈവുഡ് പ്ലാറ്റ്ഫോമിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒത്തുകൂടി എല്ലാവരും പിന്നീടുള്ള മീറ്റിങ്ങുകളിൽ വന്നിട്ടില്ല. പിന്നെ അവരെല്ലാം അവരവരുടേതായ സർക്കിളുകളിലേക്ക് പോയി. ഇപ്പൊ പാത്രീർക്കീസ് ബാവയും മാർപ്പാപ്പയും അതുപോലെയുള്ള ബിഷപ്പുമാരും എല്ലാം കൂടെ അവരുടേതായ ഒരു ഗ്രൂപ്പിലേക്ക് മാറി. മറ്റേ പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരെ WCC കെയർ ഓഫിൽ വന്നവരും WRCC കെയർ ഓഫിൽ വന്നവരും എല്ലാം കൂടെ അവർ വേറൊരു ഗ്രൂപ്പിലായിട്ടും പോയി. അപ്പൊ നമ്മുടെ ഈ ഇന്ത്യൻ ഓർത്തഡോക്സിൽ നിന്ന് പോയ ചങ്ങാതി WCCക്കാരുടെ കൂടെ വണ്ടി കയറിപ്പോയി, അവരുടെ ആ ഗ്രൂപ്പിലേക്കാണ് പോയത്, ഈ ഗ്രൂപ്പിലേക്കല്ല വന്നത്. അപ്പൊ അതുകൊണ്ടാണ് അത് വന്ന റൂട്ട് എന്താണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഒന്നും പ്രൂവ് ചെയ്യുന്നില്ല. ഇത് ഈ കുറെ ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലെങ്ങാണ്. അപ്പൊ എന്നോട് ഒത്തിരി പേര് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് ഇതേക്കുറിച്ച് തന്നെ പ്രതികരിക്കാത്ത, ഇപ്പൊ എന്ത് പറയുന്നു. ഇപ്പൊ ഇന്ന് രാവിലെ എനിക്കൊരാൾ മെസ്സേജ് അയച്ചു, ഇപ്പൊ എന്ത് പറയുന്നു, നിങ്ങൾ പറഞ്ഞ എല്ലാം തെറ്റല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ലൈവ് ചെയ്യുന്നത്. സത്യത്തിൽ അത് ഇങ്ങനെയാണ്. യേശുക്രിസ്തു പറഞ്ഞു, എന്നെ അയച്ച പിതാവ് സത്യവാനാകുന്നു. അപ്പൊ അതാണ് കർത്താവിന്റെ ക്രെഡൻഷ്യൽ. തന്നെ അയച്ച പിതാവ്. തന്നിൽ അഭിമാനിക്കുകയല്ല, സ്വയത്തിൽ അഭിമാനിക്കുകയല്ല, തന്നെ അയച്ചവനിലാണ് അഭിമാനിക്കുക. എന്നെ അയച്ചിരിക്കുന്ന സിംഹാസനം, എനിക്ക് കൈവപ്പ് തന്നിരിക്കുന്ന സിംഹാസനം, എനിക്ക് അധികാരപത്രം നൽകിയിരിക്കുന്ന അധികാര കേന്ദ്രം, അതിലാണ് അഭിമാനിക്കുന്നത്. അല്ലാതെ ഞാൻ എന്നിൽ തന്നെ അഭിമാനിക്കുക, ഞാൻ എന്നിൽ തന്നെ ആശ്രയിക്കുക, ഞാൻ എന്നിൽ തന്നെ പുകഴുക, ഞാൻ എന്നെ തന്നെ പ്രശംസിക്കുക, ഞാൻ എന്നെ തന്നെ നിർവചിക്കുക, അത് സാത്താന്യമാണ്. മനസ്സിലായോ? അതാര് പറഞ്ഞാന്നറിയോ? യേശുക്രിസ്തു പറഞ്ഞ. എവിടാ പറഞ്ഞെന്നറിയോ? യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷത്തിൽ. കാരണം പിശാച് സ്വയം സംസാരിക്കുന്നു. അവൻ ബോഷ്ക്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു. അവൻ സ്വയത്തിൽ നിന്ന് എടുത്ത് സംസാരിക്കുന്നു. അപ്പൊ സ്വയത്തിൽ നിന്നല്ല സംസാരിക്കേണ്ടത്. സംസാരിക്കേണ്ടത് എവിടെ നിന്നാണ്? സംസാരിക്കുന്നത് തന്നെ അയച്ചവനിൽ നിന്ന്. ഇപ്പൊ തന്നെ അയച്ച പിതാവ് സത്യവാനാകുന്നത് കൊണ്ട് യേശുക്രിസ്തു പറയുന്നു, ഞാൻ ആ പിതാവിന്റെ റെപ്രസെന്റേറ്റീവാണ്. ഞാൻ ആ പിതാവാണ് എന്നെ അയച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മളെ അയക്കുന്ന സിംഹാസനത്തിലാണ് നമ്മൾ പുകഴുന്നത്. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു വിഭാഗം, വിഘടിത വിഭാഗമാണ്. അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. സ്വന്തമായി ഒന്നുമില്ലാത്ത, അപ്പോസ്തോലിക പിന്തുടർച്ചയില്ലാത്ത, ഉണ്ടെങ്കിൽ മാർത്തോമാ ശ്ലീഹ ആരെയാണ് വാഴിച്ചത്? പത്രോസ് ശ്ലീഹ അന്ത്യോക്യയിൽ വാഴിച്ചത് ഏവോദിയോസിനെയാണ്. പോപ്പിൽ റോമിൽ വായിച്ച ലിയോൺസിനെയാണ്. വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. ഇപ്പൊ ഇവിടെ ആരെയാണ് മാർത്തോമാ ശ്ലീഹ വാഴിച്ചത്? അപ്പൊ അതുകൊണ്ട് വട്ടക്കുന്നേ ബാവ പറഞ്ഞല്ലേ, എടാ അങ്ങനെ ഒരു സിംഹാസനമൊന്നുമില്ല, ഇത് മലങ്കര മെത്രാപ്പോലീത്തായുടെ ഭൗതിക സ്വത്തിനെ സംബന്ധിക്കുന്നതാണ് ഈ സിംഹാസനം എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടെ അവരുടെ ആ പാപ്പരത്വം വെളിപ്പെടുത്തിയതാണ് കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനവും കാര്യങ്ങളും. ആ എളിഭ്യത എല്ലാവരും ഒന്ന് മനസ്സിലാക്കട്ടെ എന്ന് ഓർത്ത്. അതുകൊണ്ട് എനിക്കിങ്ങനെ മെസ്സേജ് അയച്ചവർ ഇനി മെസ്സേജ് അയക്കേണ്ട, എനിക്കിപ്പോൾ ഇതേക്കുറിച്ച് ഇതേ പറയാനുള്ളൂ. അവിടെ ഉണ്ടായിരുന്ന പ്രൊട്ടസ്റ്റന്റ് നേതാക്കന്മാരും WCC, WRCC അങ്ങനെ എല്ലാവരും കൂടെ ചേർത്തുണ്ടാക്കിയ ആ പ്ലൈവുഡ് പ്ലാറ്റ്ഫോമിൽ കയറി ഗ്രൂപ്പ് ഫോട്ടോ എടുത്തത് കൊണ്ട് അതൊന്നും പ്രൂവ് ചെയ്യുന്നില്ല എന്ന് മാത്രം മനസ്സിലാക്കുക. മേ ഗോഡ് ബ്ലസ് യു.